വളരെ വേദനിപ്പിക്കുന്ന ഒരു വാർത്ത. ഇത്തവണ ആറ്റുകാൽ പൊങ്കാലയൊക്കെ മനോഹരമായിട്ട് കഴിഞ്ഞു. വലിയ തിരക്കാണ് അവിടെ അനുഭവപ്പെട്ടത്. പ്രേക്ഷകരെ നല്ല ചൂടും ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഇത്തവണ ആറ്റുകാൽ പൊങ്കാലയ്ക്കിടയിൽ ഒരു യുവതിക്ക് പൊള്ളലേറ്റിരുന്നു. ആ യുവതി മരിച്ചു എന്നൊരു വാർത്ത വരുന്നു. കോഴിക്കോട് വെസ്റ്റ് ഹിൽ സ്വദേശി വിജീഷയാണ് മരിച്ചത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ICUവിൽ ചികിത്സയിലായിരുന്ന വിജീഷയെ ഇന്നലെ കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു. VS രഞ്ജിത്തുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. VS രഞ്ജിത്ത്, പൊങ്കാലയ്ക്കിടെയാണ് വിജീഷയ്ക്ക് പൊള്ളലേറ്റത്. പക്ഷേ അത് ജീവനെടുത്തു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. അത്ര സാരമുള്ളതായിരുന്നോ ആ പൊള്ളൽ, രഞ്ജിത്ത്? ഡോക്ടർ അരുൺ, 60% പൊള്ളലുണ്ടായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വിജിഷ കോഴിക്കോട് വെസ്റ്റ് ഹിൽ സ്വദേശിയാണ്. വെസ്റ്റ് ഹില്ലിൽ നിന്ന് തിരുവനന്തപുരത്ത് ആറ്റുകാൽ പൊങ്കാലയ്ക്ക് പൊങ്കാലയിടാൻ വേണ്ടി പോയതായിരുന്നു. അവിടെ തമ്പാനൂർ ഭാഗത്താണ് വിജിഷയും വിജിഷയുടെ കൂടെ പോയ ആളുകളുമൊക്കെ പൊങ്കാല ഇട്ടുകൊണ്ടിരുന്നത്. അതിനിടയിൽ പിറകിൽ നിന്ന് അടുപ്പിൽ നിന്ന് സാരിക്ക് തീ പിടിക്കുകയായിരുന്നു. സാരിയുടെ പിറകു ഭാഗത്ത് തീ പിടിച്ചു. അത് കെടുത്താനുള്ള ശ്രമമൊക്കെ ഉണ്ടായി. പക്ഷേ തീ പെട്ടെന്ന് പടർന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ബേൺ ICUവിൽ ചികിത്സയിലായിരുന്നു. കഴിഞ്ഞ ദിവസമാണ് കോഴിക്കോട് സ്റ്റാർ കെയർ ആശുപത്രിയിലേക്ക് അവരെ മാറ്റിയത്. പക്ഷേ ജീവൻ രക്ഷിക്കാനായില്ല എന്നുള്ളതാണ് നമുക്ക് ഇന്ന് പുലർച്ചെ സ്റ്റാർ കെയർ ആശുപത്രിയിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത്. ഇന്ന് പുലർച്ചെയാണ് അന്ത്യം സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. ഏതായാലും അതിൽ ഒരു പരാതിയായി ഇപ്പോൾ ഉയരുന്നത് അവരുടെ കുടുംബത്തിന്റെ ഒരു ആശങ്ക എന്ന് പറയുന്നത്, അടുപ്പ് കൂട്ടുന്ന സമയത്ത് തൊട്ടു പിറകിലും വശത്തുമൊക്കെയായി ഇവർ നേരത്തെ തമ്പാനൂർ ഭാഗത്ത് അവിടെ ഒരു ചൈത്ര എന്ന് പറയുന്ന ഹോട്ടലിൽ റൂമെടുത്ത് അതിന് തൊട്ടടുത്ത് തന്നെയാണ് പൊങ്കാല ഇട്ടത്. പക്ഷെ ഇവർ വന്നതിന് ശേഷം ആ ഭാഗത്തേക്ക് തൊട്ടടുത്തും ഒക്കെയായി ഏറ്റവും അടുത്തടുത്തായി ഈ അടുപ്പുകൾ കൂട്ടുകയും ഒട്ടും സുരക്ഷിതമല്ലാത്ത രീതിയിലാണ് അവിടെ നിൽക്കേണ്ടി വന്നത് എന്നുള്ളതാണ്. ചില ചിത്രങ്ങളൊക്കെ അതുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിട്ടുണ്ട്. അക്കാര്യത്തിലൊക്കെ സംഘാടകർ കുറച്ചുകൂടി ശ്രദ്ധിക്കേണ്ടതായിരുന്നു എന്ന് ഈ ഘട്ടത്തിൽ കുടുംബം ഒരാശങ്കയായി പങ്കുവെക്കുകയും ചെയ്യുന്നുണ്ട്. ഡോക്ടർ അരുൺ, ഓക്കെ, അവരങ്ങനെ പരാതി എന്തെങ്കിലും കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ രഞ്ജിത്തെ? നമ്മൾ ആ കുടുംബവുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സ്റ്റാർ കെയർ ആശുപത്രിയിൽ നമ്മുടെ പ്രതിനിധി അഭിജിത്തുണ്ട്. ആ കുടുംബം അതുമായി ബന്ധപ്പെട്ട് ഒരു ആരാധനാക്രമവുമായി ബന്ധപ്പെട്ട കാര്യമൊക്കെ ആയതുകൊണ്ട് ഏത് രീതിയിൽ മുന്നോട്ട് പോകണമെന്നൊരു ആശങ്ക കുടുംബത്തിനുണ്ട്. ഏതായാലും ദൗർഭാഗ്യകരമായ ഒരു സംഭവം ഉണ്ടായി. പക്ഷെ അതങ്ങനെ സാമാന്യവൽക്കരിക്കേണ്ടതുണ്ടോ എന്ന കാര്യത്തിലൊക്കെ ഒരു ആശങ്ക കുടുംബത്തിനുണ്ട്. ഈ ഘട്ടത്തിൽ അവർ അതൊരു പരാതിയായി പുറത്തേക്ക് പറഞ്ഞിട്ടില്ല എങ്കിൽ കൂടി കാണുമ്പോ ആ കുടുംബം ആരോപിക്കുന്നത് പോലെ അടുത്തടുത്ത് അടുപ്പുകളുണ്ട്. പൊങ്കാലയ്ക്ക് അങ്ങനെയാണ് നിൽക്കുക. അപ്പോൾ അതിൽ നമ്മളും കുറച്ചുകൂടി ഇതാണ് ആ ദൃശ്യങ്ങൾ, പൊള്ളലേൽക്കുന്നതിന് മുമ്പുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ അവിടെ കാണുന്നത്. അടുത്തടുത്ത് അടുപ്പുകൾ വരും. പൊങ്കാലയുടെ അടുപ്പുകൾ ഇങ്ങനെയാണല്ലോ, വരിയായിട്ടാണ് അടുപ്പുകൾ വയ്ക്കുക. അപ്പോൾ അതങ്ങനെ വലിയ രീതിയിൽ തീ ആളിക്കത്താറൊന്നുമില്ല. സാധാരണ ഒരു അടുപ്പിൽ വെച്ചിരിക്കുന്ന കലത്തിലെ അരി വേവുന്നതിനോളം വേണ്ടുന്ന തീയെ അവിടെ ആവശ്യമുള്ളൂ. അങ്ങനെ വലിയ രീതിയിലുള്ള തീ അങ്ങനെ പടരാറുമില്ല. പക്ഷെ നല്ല ചൂടായിരുന്നു. ഈ കുതുമ്പും ചൂട്ടും ഒക്കെ തൊട്ടടുത്തൊക്കെ വെച്ചിട്ടുള്ളത് കൊണ്ടേ അത് ചിലപ്പോൾ ആളിപ്പടരാനുള്ള സാധ്യതയുമുണ്ട്. ഇതാണ് ആ ദൃശ്യങ്ങൾ. അതിനുശേഷമാണ് പൊള്ളലേൽക്കുന്നതും. 60% പൊള്ളലേറ്റാണ് വിജിഷയ്ക്ക് മരണം സംഭവിക്കുന്നത് എന്നുള്ളതാണ് പറയുന്നത്. ഇതൊക്കെ കൂടുതൽ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്.